അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, പ്രേക്ഷകരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം പറയുന്നതും നമ്മൾ സംസാരിക്കുന്നതൊക്കെ അവൻ സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ നമ്മോട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാ ആളുകളും എല്ലാ ഉദ്ദേശങ്ങളും സഫലാക്കി തരട്ടെ. നിങ്ങളുടെ ദുആ വസിയത്തുകൾ, കമൻറ്റുകളൊക്കെ വായിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. എല്ലാ ദുആകളിലും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ ദുആ വസിയത്തിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട മുഹറം നമ്മിലേക്ക് കടന്നു വരികയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹിജ്റ കലണ്ടറിലെ ഒന്നാമത്തെ വർഷം അഥവാ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കേണ്ട ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാന റോൾ എന്ന് പറയുന്നത് പരിശുദ്ധ മുഹറമാണ്, ജനുവരിയല്ല. മുഹറം 1 ദിവസം രാത്രിയിലും പകലിലും 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് എഴുതി വെച്ചാലുള്ള ഗുണങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് ആളുകളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് പറയാറുണ്ട്. പരിശുദ്ധ മുഹറം എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഒരു വർഷം കഴിഞ്ഞ് പുതിയൊരു വർഷം ആരംഭിക്കുകയാണ്. ഒരുപാട് കഴിഞ്ഞ കാലത്തെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി പുതിയ ഒരു വർഷം വരുമ്പോൾ ഞാൻ എങ്ങനെ മാറണം എന്ന് ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ട സമയമാണ് പരിശുദ്ധ മുഹറം എന്ന് പറയുന്നത്. മുഹറമിൽ 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ പരിശുദ്ധ വചനം ഒരു വെള്ള പേപ്പറിൽ ഓരോ അക്ഷരങ്ങളായി, ഞാൻ എൻ്റെ സ്ക്രീനിലൊക്കെ ആ വിഷയങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വീഡിയോ കാണിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ 113 പ്രാവശ്യം ഒരു വെള്ള പേപ്പറിൽ എഴുതി അത് സൂക്ഷിക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞതുപോലെ ചെയ്യുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരിക്കും അത് കാരണമുണ്ടാകുക. ബഹുമാനപ്പെട്ട ഇമാം ദൈറബി റളിയല്ലാഹു അൻഹു അവരുടെ മുജറബാത്തിലും നിഹായത്തുൽ അമൽ എന്ന കിതാബിലൊക്കെ ഇതിൻ്റെ മഹത്വങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ വിഷയമൊന്നുമല്ല ഇത്. ഒരുപാട് കിതാബുകളിൽ മുമ്പേ പറഞ്ഞതും പണ്ട് കാലങ്ങളിൽ ഒരുപാട് ആളുകൾ ഇത്തരം വിഷയങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഒരു വിഷയം ഇല്ലാതാവില്ലല്ലോ. അതുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ കഴിഞ്ഞ അടുത്ത വർഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട നിഅമത്തുകൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ അത് പൂർത്തിയാക്കാൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ രക്ഷപ്പെടുത്തും, പൂർത്തിയാക്കാൻ സഹായിക്കും, ഉറപ്പാണ്. അള്ളാഹുവിൻ്റെ സഹായങ്ങളുണ്ടാകും ഇതെഴുതി വെച്ചാൽ. ഞാൻ 1-2 അനുഭവങ്ങൾ, നമ്മൾ വീഡിയോക്ക് താഴെ വന്ന അനുഭവങ്ങൾ പറയാം. അൽഹംദുലില്ലാ, ഞാൻ എഴുതി വച്ചിരുന്നു, എൻ്റെ ആഗ്രഹം നടന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞ് 12 വർഷമായി, എനിക്കൊരു കുഞ്ഞുണ്ടാകും. ഞാൻ ബിസ്മി എഴുതി വെച്ചു, അൽഹംദുലില്ലാ, ഒരു കുഞ്ഞുണ്ടായി. ഞാൻ പ്രസവിച്ചിട്ട് 11 ദിവസമായി, വളരെ സന്തോഷത്തിലാണ്. ഉസ്താദിനോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇതൊന്ന്. മറ്റൊന്ന്, അൽഹംദുലില്ലാ, ഇത് വളരെ സത്യമാണ്, ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചതാണ്. ബാങ്കിൽ ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, ഉസ്താദ് പറഞ്ഞതുപോലെ ചെയ്തിരുന്നു. അൽഹംദുലില്ലാ ഉസ്താദ്, ഞാൻ ബിസ്മി എഴുതി വെച്ചിരുന്നു, ഒരു വീട് വെക്കാനുള്ള ഒരുക്കവും ഉണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ, ഒരു ആഗ്രഹം മുൻനിർത്തി ബിസ്മി എഴുതി വെച്ചിരുന്നു. ഒരിക്കലും വിശ്വസിക്കാനാകാത്ത വിധം 1 രൂപ പോലും കടമില്ലാതെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാഹ്, ബിസ്മിയുടെ പവർ. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ എഴുതിയ ആളുകൾക്ക് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ചുരുക്കി പറയാം, ഇതെങ്ങനെയാണ് എഴുതേണ്ടത് അതിനെക്കുറിച്ച്. അത് എഴുതേണ്ട മുഹറം 1 ദിവസമാണ്. അവരുടെ ജീവിതത്തിലെ ഒരുപാട് നിയമത്തെ അവൻ എന്താഗ്രഹിച്ചുകൊണ്ട് ഇത് എഴുതുന്നോ ആഗ്രഹങ്ങൾ അല്ലാഹ് സഫലാക്കി തരും. അതുമാത്രമല്ല, ആഫത്തുകളിൽ നിന്ന് അവൻ രക്ഷപ്പെടുത്തുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനുവേണ്ടി നീളം കൂടിയ ഒരു വെള്ളക്കടലാസ് എടുക്കുക. വരയുള്ള പേപ്പറാവോ അല്ലെങ്കിൽ കറുത്ത പേപ്പറാവോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. വെള്ളയാണ് നമുക്ക് ഏറ്റവും നല്ല വെള്ള പേപ്പർ. വരയില്ലാത്തൊരു വെള്ള പേപ്പർ എടുക്കുക. പ്രിയപ്പെട്ടവരെ, ആ പേപ്പറിലാണ് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതേണ്ടത്. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഉളു എടുക്കുക, അംഗശുദ്ധി വരുത്തുക. ശേഷം കിബിലക്ക് മുന്നിടുക. കിബിലക്ക് മുന്നിട്ടിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ച് തന്നെ ഇരുന്നാൽ മതി. 2 റക്അത്ത് നിസ്കരിച്ച് കിബിലക്ക് മുന്നിട്ടിരിക്കുക. എന്നിട്ട് നല്ല നീയത്തോടുകൂടെ നാം ഈ വിഷയം ചെയ്യുക എന്നുള്ളതാണ്. നല്ല നീയത്ത് എന്ന് പറയുമ്പോൾ സാർ പറഞ്ഞല്ലേ ഒന്ന് ചെയ്ത് നോക്കാം എന്ന രീതി വേണ്ട. നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. അത് ഉണ്ടാകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഈ മുഹറമിൻ്റെ മഹത്വം മനസ്സിലാക്കി
ആർക്കോ വേണ്ടി എഴുതാതെ ആത്മാർത്ഥമായിട്ട് നാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന് കിബിലക്ക് മുന്നിടുക എന്ന് പറഞ്ഞല്ലോ. ഏറ്റവും നല്ലത് കറുപ്പ് മഷിയുള്ള ഏത് പെന്നും പറ്റും. നമ്മളൊരു അതിനൊരു വൃത്തിയും വെടിപ്പുണ്ടാകാൻ വേണ്ടി പറയുന്നുവെന്ന് മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കിബിലക്ക് മുന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ, ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന ആ രീതിയിലാണ്, കൂട്ടക്ഷരങ്ങളല്ല. ബ, സീൻ, മീം ഇങ്ങനായിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ആരോ എഴുതുന്ന വീഡിയോ ആണ്. ആ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡിലിടാം. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ആ എഴുതുന്ന രീതി നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അങ്ങനെ 113 തവണ എഴുതി അതിനുശേഷം കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. തെറ്റുണ്ടോ, അല്ലെങ്കിൽ എണ്ണം വീണ്ടും ഒന്ന് എണ്ണി നോക്കുക. 114 ആകരുത്, അതാകരുത് എന്ന് പറഞ്ഞാൽ ആകരുത്. 113 തന്നെയാണോ എന്നൊക്കെ നോക്കി ആ 113 പ്രാവശ്യം നല്ല ആത്മാർത്ഥമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം നോക്കി വായിക്കുക. ഈ വായിച്ചതിന് ശേഷം ഈ കടലാസിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. മന്ത്രിച്ച് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പറയുക. അള്ളാഹുവേ, ഞാൻ എഴുതിയതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയാണ് ഞാൻ കാംക്ഷിക്കുന്നത്, അതോടൊപ്പം നിൻ്റെ വലിയ റഹ്മത്ത് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടണം എന്ന് നല്ല ആത്മാർത്ഥമായി കരഞ്ഞ് ദുആ ചെയ്ത് നല്ല ബഹുമാനിക്കപ്പെടുന്ന നല്ല സ്ഥലത്ത് അത്രയൊക്കെ മണക്കുന്ന നാറ്റമുള്ള സ്ഥലങ്ങളെല്ലാം അത്രയൊക്കെ മണക്കുന്ന സ്ഥലത്ത് ഇത് സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ 113 തവണ അത് ഓതണം. ഓതിയിട്ട് അത് മന്ത്രിക്കണം. മന്ത്രിച്ചിട്ട് ആത്മാർത്ഥമായി ദ്വാരക്കണം. ദ്വാരുന്നതിന് ശേഷം പ്രിയപ്പെട്ടവരെ അത് നല്ല ആത്മാർത്ഥമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിക്കുകയും ചെയ്യുക. തീർച്ചയാണ്, എഴുതി വെച്ചോ, അടുത്ത മുഹറമിന് മുമ്പ് നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സഫലമാക്കിയിരിക്കും. അള്ളാഹു അത്തരത്തിലാക്കി തരട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ദുആർക്കാൻ ഏൽപ്പിച്ച ആളുകളുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലാക്കി തരട്ടെ എന്നീ അവസരത്തിൽ ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഒറിജിനൽ കാട്ടുതേൻ ആവശ്യമുള്ള ആളുകൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യണം. അതോടൊപ്പം മുടി കൊഴിച്ചിൽ മാറുന്ന 4 വർഷത്തോളമായി നമ്മൾ വിതരണം ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം എണ്ണ, നല്ല താരൻ മാറുന്ന മുടി കൊഴിച്ചിൽ മാറുന്ന ഒരുപാട് കാലം ഉപയോഗിച്ചാൽ പ്രിയപ്പെട്ടവർ അത് കുറച്ചധികം ഉപയോഗിക്കണം. 2 മാസം ഒന്നും ഉപയോഗിച്ചുകൊണ്ട് നര മാറിയിട്ടില്ല എന്ന് പരാതി പറയാൻ നിൽക്കണ്ട. കുറേ ഉപയോഗിച്ചാൽ അതിന് നര മാറുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള ഞങ്ങളുടെ എണ്ണ ആവശ്യമുള്ള ആളുകൾ ഇന്ന് തന്നെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിൻ്റെ ഹിമമി എയർ ഓയിൽ ഞാൻ തേക്കലൊടുങ്ങി 12 ദിവസത്തേക്ക് തേക്കലൊടുങ്ങി. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. താരന് എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി. ആദ്യമൊക്കെ ഇങ്ങനെ നോക്കിയാൽ താരൻ കാണായിരുന്നു, ഇപ്പോൾ പൂർണ്ണമായും പോയി. മുടികൊഴിച്ചിൽ ഒരു 80% മുടികൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ. ഞാൻ 12 ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല റിസൾട്ടാണ് ഉസ്താദ്. എനിക്ക്